ലോട്ടറി വാങ്ങാനുള്ള പൈസ കൊടുക്കാമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും നിർവാഹമില്ല, ചേച്ചിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം മതിയെങ്കിൽ ഇത് കഴിയുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അത് കഴിയുമ്പോൾ ഒന്ന് അവിടെയുള്ള പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുവോ, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തു വന്നിട്ട് എന്നെ ഇത് കഴിയുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ഈ നേരം വരെ എന്നെ വിളിച്ചിട്ടില്ല ആരും. എനിക്ക് സംശയം വരാൻ കാരണം വെച്ചാൽ ഞാൻ ആളുടെ നമ്പർ ചോദിച്ചപ്പോൾ ആൾ നമ്പർ തരുന്നില്ല, ആളുടെ അഡ്രസ്സ് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല. അതായത് അവരിപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്, 3 മാസം എങ്ങാണ്ടായുള്ളൂ, അപ്പോൾ ആ വീട്ടിലെ അഡ്രസ്സ് അറിയില്ല എന്നും പറയുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അവരെന്നോട് പൈസയുമാണ് ചോദിച്ചത്. അപ്പം അത്യാവശ്യക്കാരായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനോടകം എന്തായാലും വിളി വന്നേനെ. ഞാൻ അതിൻ്റെ കൂടെ അവിടെയുള്ളൊരു പ്രവർത്തകൻ്റെ നമ്പറും കൊടുത്തു, ഇനി എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. അപ്പം അത്രയൊക്കെ കാരണം ആ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടാണ് എനിക്ക് ആ ഇളയ കുഞ്ഞിനും ഹാർട്ടിന് വാൽവിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം നമ്മളുടെ അടുത്ത് ഒന്നിലേലും ആ ചേച്ചിക്ക് എൻ്റെ അടുത്താണല്ലോ വരാൻ തോന്നിയെന്ന് വരെ ഞാൻ ഓർത്തു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അന്ന് വൈകിട്ടാണ് ഈ ശോഭ ചേച്ചിയുടെ ഇഷ്യൂ നമ്മുടെ ന്യൂസിൽ അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പം അന്നും ഞാനിങ്ങനെ വിചാരിക്കുന്നില്ല, കാരണം ചേച്ചി നമ്മളെ വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഈ നേരം വരെ ആൾ വിളിച്ചിട്ടില്ല. അപ്പം എനിക്കറിയില്ല ഇനി ഇവിടെയും അങ്ങനെ ഒരു കാര്യം നടന്നതാണോ